ഇനി നമ്മൾ മൂന്നാമത്തെ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് പറയാൻ പോവാണ്. ഈ വീഡിയോയിൽ നമ്മൾ 3 4 കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും എക്സ്ട്രാക്ഷൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടേക്ക് പ്രധാനപ്പെട്ട 4 മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ, സോറി എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ, എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ. അപ്പൊ നമ്മളെപ്പോഴും എക്സ്ട്രാക്ഷൻ നടത്തണമെങ്കിൽ ആദ്യം അതിന്റെ പ്രിൻസിപ്പിൾ ഓർ സെലക്ട് ചെയ്യണം. കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇല്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ളത് മാത്രമേ പറയുന്നുള്ളൂ. കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് CuFeS2 ആണ്. CuFeS2 ഇറ്റ് ഈസ് കോപ്പർ പൈറേറ്റ്സ് അല്ലെ, ഓർ ചാൽക്കോപൈറേറ്റ്സ്, copper pyrites or chalcopyrites, CuFeS2. അപ്പോൾ ഇതിനെ പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുക, മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞ ശേഷം ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ നടത്തുന്നു, പൗഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? എന്താണ്? പൗഡേർഡ് ഫോമിലുള്ള കോപ്പർ പൈറേറ്റ്സ് ആണ്, CuFeS2 ആണ്. നമുക്ക് അതിൽ നിന്ന് വേണ്ടത് ആരെയാണ്? എഫിനെയാണോ? അല്ല, നമുക്ക് വേണ്ടത് കോപ്പറിനെയാണ്. അപ്പൊ നെക്സ്റ്റ് പ്രോസസ് എന്താ? മെറ്റലർജിക്കൽ പ്രോസസ്സിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ? കോൺസെൻട്രേഷൻ അല്ലെ. ഇതെന്താണ്? ഇത് സൾഫൈഡ് ഫോമിലുള്ള ഓർ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഫോർത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് വഴിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കോൺസെൻട്രേഷൻ. Concentration by fourth flotation process. അങ്ങനെ അത് കഴിഞ്ഞു. ഫോർത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് വഴി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ പ്രധാനപ്പെട്ട ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഇതുവഴി റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്ന അറിയാവോ? നേരെ കേൾക്കണേ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൗഡേർഡ് ആക്കിയ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള CuFeS2 ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? സൾഫൈഡ് ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റേണ്ടതുണ്ട്. സാധാരണ സൾഫൈഡ് ഫോമിലുള്ളവർ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റല് റോസ്റ്റിംഗ് വഴിയാണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് റോസ്റ്റിംഗ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. എന്നിട്ട് അവസാനം ഒരു പ്രധാനപ്പെട്ട ഫോമിലേക്ക് ഈ ഓറിനെ മാറ്റാനുണ്ട്. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. റോസ്റ്റിംഗ്. അവസാനം ഒരു പ്രധാനപ്പെട്ട സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ റോസ്റ്റിംഗിൽ എന്താ ചെയ്യേണ്ടത്? ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് എയർ. അപ്പൊ എന്ത് സംഭവിക്കും? മോയ്സ്ചർ റിമൂവ് ചെയ്യപ്പെടും, വോളറ്റൈലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എസ്കേപ്പ് ചെയ്യപ്പെടും. കൂടെ സൾഫൈഡ് ഫോമിലുള്ള ഓറ് ഓക്സൈഡ് ഫോമിലേക്ക് മാറണം. അപ്പൊ ഇവിടെ അത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റോസ്റ്റിംഗിൽ നമ്മൾ ഇതാ CuFeS2 ചൂടാക്കാൻ പോവാണ്. CuFeS2. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ഓക്സിജനുമായി ചേർത്ത് ചൂടാക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിയാക്ഷൻ ആണ്. സംഗതിയില് ചില റിയാക്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരും, കുറെ വേറെ റിയാക്ഷൻസ് അല്ല. അതുകൊണ്ട് ആ സ്റ്റെപ്പുകൾ നന്നായിട്ട് കേൾക്കുക. റോസ്റ്റിംഗിന്റെ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുക. ഓക്കെ, അപ്പൊ റോസ്റ്റിംഗിന്റെ സമയത്ത് ഈ കോപ്പറിന്റെയും അയേണിന്റെയും സൾഫൈഡ് ഫോം ഡികമ്പോസ് ചെയ്തിട്ട് Cu2s 2Fes plus SO2. SO2 എന്നുള്ളത് വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി ആണ്, അത് എസ്കേപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്ക്, റിസൾട്ട് നോക്ക്. നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഈ കമ്പൈൻഡ് സൾഫൈഡ് ഫോം
സെപ്പറേറ്റ് സൾഫൈഡ് ഫോം ആയിട്ട് മാറി. കോപ്പറിന്റെയും അയണിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സൾഫൈഡ് ഫോം കോപ്പറിന്റെ സൾഫൈഡ് പ്ലസ് അയണിന്റെ സൾഫൈഡ് ആയിട്ട് മാറി. അപ്പൊ ഇതില് നമുക്ക് വേണ്ട കോപ്പർ ഉള്ളത് ഇതിലാണ്. അപ്പൊ നമുക്ക് ഇതില് ഈ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ ഇത് എക്സ്കേപ്പ് ചെയ്തു, ബാക്കിയുള്ളത് FeS ആണ്, അതിനെ റിമൂവ് ചെയ്യണം. ഇതെന്താവുന്നത് ആയിട്ടില്ല. ചൂടാക്കുന്ന സമയത്ത് ആദ്യം നടന്ന പ്രോസസ്സാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ നടക്കാനുണ്ട്. എന്നറിയോ, ഡികമ്പോസ് ചെയ്ത ഉടനെ FeS വീണ്ടും റോസ്റ്റിംഗിന് വിധേയമാകും. ആ ഉണ്ടായ 2FeS ഉണ്ടല്ലോ, 2FeS അത് എക്സസ് ഓഫ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2FeO plus 2SO2 SO2 ഗ്യാസ് വോളറ്റൈലിറ്റി എസ്കേപ്പ് ചെയ്യുന്നു. ഇതാണ് റോസ്റ്റിംഗിന്റെ സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻസ്. കമ്പൈൻഡ് സൾഫൈഡ് ഫോം സെപ്പറേറ്റ് സൾഫൈഡ് ഫോമായി, അതില് അയേണിന്റെ സൾഫൈഡ് എന്തായിട്ട് മാറി, അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പൊ ചോദിക്കും, ഈ ഡികമ്പോസ് ചെയ്തത് അയേണിന്റെ സൾഫൈഡിൽ ഇങ്ങനായിട്ട് മാറിയത് കോപ്പറിന്റെ സൾഫൈഡ് ഓക്സൈഡ് ഫോമിലേക്ക് മാറുന്നുണ്ടോ? സാധാരണ രീതിയിൽ സംഭവിക്കാറില്ല. ഇനി എങ്ങാനും കേൾക്കണേ, ഇതേപോലെ തന്നെ കേൾക്ക്, ഇതേപോലെ എങ്ങാനും കോപ്പറിന്റെ സൾഫൈഡ് അയേണിന്റെ സൾഫൈഡ് ഓക്സൈഡ് ആയിട്ട് മാറുന്ന സമയത്ത് തന്നെ കോപ്പറിന്റെ സൾഫൈഡ് എങ്ങാനും അതിന്റെ ഓക്സൈഡ് ഫോമിലേക്ക് മാറുകയാണ് എങ്കിൽ ഇതാ ഇങ്ങനെ മാറി എന്ന് വിചാരിക്കുക. 2Cu2O plus 2SO2. ഇങ്ങനെ കോപ്പറിന്റെ സൾഫൈഡ് എങ്ങാനും ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ ഉടനെ തന്നെ ഉണ്ടാകുന്ന Cu2O ഉണ്ടല്ലോ, ആ Cu2O അതായത് കോപ്പറിന്റെ ഓക്സൈഡ് അയൺ സൾഫൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ കോപ്പറിന്റെ സൾഫൈഡ് തന്നെയായിട്ട് മാറും, FeO ആയിട്ട് മാറും. അപ്പൊ അത് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആക്ച്വലി ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണോ. ഓക്കെ, എന്നിട്ട് അയൺ സൾഫൈഡ് അയൺ ഓക്സൈഡ് എങ്ങാനും കോപ്പർ സൾഫൈഡ് കൂടി കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ കോപ്പർ ഓക്സൈഡ് അയൺ സൾഫൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ സൾഫൈഡ് ആയിട്ട് മാറും. അതായത് ഈ റോസ്റ്റിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ കേൾക്ക്, ഈ റോസ്റ്റിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തിനറിയാവോ? ഇതുണ്ടാവോ? ബാക്കി യെസ്, ഇതുണ്ട്. ഇതെങ്ങാനും ഇങ്ങനെയായിട്ട് മാറിയാൽ അവസാനം ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുക Cu2S, അതായത് കോപ്പർ പൈറേറ്റ്സിൽ നിന്ന് Fe പോയിട്ട് കോപ്പറിന്റെ കൂടെ സൾഫർ ഉള്ള ഒരു ഫോം, കോപ്പറിന്റെ സൾഫൈഡ് ഫോം പ്ലസ് FeS ഇല്ല, പിന്നെ FeO. Cu2Sന്റെ കൂടെ FeO ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതായിട്ട് മാറി. CuFeS2 എന്നുള്ളത് Cu2S FeO ആയിട്ട് മാറി. ഇതെവിടുന്ന് കിട്ടി? അത് ഇവിടുന്ന് കിട്ടി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ലേശം വളരെ കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു, വളരെ കുറച്ച് FeS ഉണ്ടാവും. കുറച്ച് FeS ഇതായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും കുറച്ച് റിയാക്റ്റഡ് ആയിട്ടുള്ള അൺറിയാക്റ്റഡ് ആയിട്ടുള്ള അൺഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള FeSന്റെ ചെറിയൊരു ട്രേസ് ഉണ്ടാവും. ഭൂരിഭാഗം FeO ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് കോപ്പറാണ്. അപ്പൊ കോപ്പറിന്റെ കൂടെ ഇപ്പൊ പ്രധാനപ്പെട്ട 3 ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഒന്ന് FeS, പിന്നൊന്ന് FeO, പിന്നൊന്ന് സൾഫർ. അപ്പൊ കോപ്പറിന്റെ കൂടെയുള്ള സൾഫറിനെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് അതവിടെ ഇരിക്കട്ടെ, ഇവരെ ഒന്ന് മാറ്റണം, ഇതിനെ പിന്നെ മാറ്റാം, ഇതിനെ ഒന്ന് മാറ്റണം. ഇത് ഗ്യാങ് ആണ്. FeOന്റെ പ്രത്യേകത എന്താ? FeO ബേസിക് ആയിട്ടുള്ള ഗ്യാങ് ആണ്. ബേസിക് ആയിട്ടുള്ള ഗ്യാങ്ങിനെ മാറ്റാൻ വളരെ ഈസി ആയിട്ടുള്ളത് അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ് ആണ്. ഏതാണ് അസിഡിക് ആയിട്ടുള്ള ഫ്ലക്സ്? നമ്മൾ പഠിച്ചത് SiO2. അതെവിടെ നിന്ന് കിട്ടും? അത് സാൻഡിലുണ്ട്. അതുകൊണ്ട് റോസ്റ്റിംഗ് കഴിഞ്ഞ ശേഷം കിട്ടുന്ന ഈ മിക്സ്ചർ ഉണ്ടല്ലോ, റോസ്റ്റഡ് ഓർ, റോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള റോസ്റ്റഡ് ഓർ, ആ റോസ്റ്റഡ് ഓറിനെ സാൻഡുമായി ചേർത്ത് ചൂടാക്കുന്നു. കേൾക്കണേ, റോസ്റ്റഡ് ഓറിനെ സാൻഡുമായി ചേർത്ത് ചൂടാക്കുന്നു. അപ്പോൾ ഇതാണ് റോസ്റ്റഡ് ഓർ, ഇതാണ് റോസ്റ്റഡ് ഓർ. റോസ്റ്റഡ് ഓറിനെ സാൻഡുമായി ചേർത്ത് ചൂടാക്കുക. അപ്പോൾ അതിലെ FeO ഉണ്ടല്ലോ, സാൻഡിലെ SiO2മായി കമ്പൈൻ ചെയ്യുന്നു. ദിസ് ഈസ് ദി ഗ്യാങ്, ദിസ് ഈസ് ദി ബേസിക് ഗ്യാങ് ആൻഡ് ദിസ് ഈസ് ദി ആസിഡിക് ഫ്ലക്സ്.
കമ്പൈൻ ചെയ്തിട്ട് FeSiO3 എന്നാണ് FeSiO3 which is the slag ഫോം ചെയ്യും. റിയാക്ഷൻ നോക്കിയേ. സംശയമില്ലല്ലോ. അപ്പൊ ഈ സ്ലാഗിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, സ്ലാഗിനെ റിമൂവ് ചെയ്യാം. അപ്പൊ ഇയാൾ ഒഴിവായി. അങ്ങനെ അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മോൾട്ടൺ ഫോമിലുള്ള Cu2S and which consisting of traces of FeSi. And this molten form is called copper match. അപ്പൊ റോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് അതിനെ എന്താ പറയാ സാൻഡുമായി ചേർത്തിട്ട് അവസാനം നമുക്ക് കിട്ടുന്നത് കോപ്പർ മാറ്റ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് കോപ്പർ മാറ്റ്, ഹൗ ഈസ് ഇറ്റ് ഫോംഡ്, ഹൗ ഇറ്റ് ഈസ് ഫോംഡ്, ഫോർമേഷൻ ഓഫ് കോപ്പർ മാറ്റ്. അപ്പൊ കുഞ്ഞോളെ മനസ്സിലേക്ക് കൊണ്ടുപോയി എന്താണ് കോപ്പർ മാറ്റ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് Cu2S and Fes. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഉണ്ടായത്? റോസ്റ്റിംഗിന്റെ സമയത്ത് കോപ്പർ പൈറൈറ്റ്സ് ഡികമ്പോസ് ചെയ്തിട്ട് കോപ്പറിന്റെ സൾഫൈഡും അയണിന്റെ സൾഫൈഡും ഉണ്ടാകുന്നു. അതിൽ അയൺ സൾഫൈഡ് അയൺ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. എങ്ങാനും കോപ്പറിന്റെ സൾഫൈഡ് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ അതെന്താകുന്നു? അത് പിന്നെ അയൺ സൾഫൈഡുമായി കമ്പൈൻ ചെയ്തിട്ട് കോപ്പർ സൾഫൈഡ് ആയിട്ട് മാറുന്നു. So roasted ore is consisting of a mixture of Cu2S, FeO and unchanged traces of unchanged Fes. Okay, then the FeO is a gas which can be removed by heating that roasted ore with the sand. Okay, so FeO is removed as FeSiO3. The remaining molten form consisting of Cu2S and Fes. This mixture is called copper match. അപ്പൊ ഇനി ആ കോപ്പർ മാറ്റിൽ നിന്ന് എന്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം? കോപ്പറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാവോ? ഒരു പുതിയൊരു ഫർണസിലേക്ക് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. അതിന്റെ പേരാണ് ബെസീമർ കൺവേർട്ടർ. ഓക്കെ, അതിന് നടക്കുന്ന പ്രോസസ്സുകളെ പറഞ്ഞ പേരാണ് ബെസീമറൈസേഷൻ. സോ നെക്സ്റ്റ് ബെസീമറൈസേഷൻ പ്രോസസ്സ് ക്യാരിഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് കുഞ്ഞോള അവിടെ സംഭവിക്കുന്നത് ഞാൻ പറയട്ടെ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ബെസീമറൈസേഷൻ. ഓക്കെ, അതിനൊരു ബെസീമർ കൺവേർട്ടർ എന്നുള്ളൊരു പിന്നെ ഫർണസ് എടുക്കാണ്. ഞാൻ ആ ഫർണസ് വരക്കാണ്, ബെസീമർ കൺവേർട്ടർ എടുക്കാണ്, വരക്കാണ്. ശ്രദ്ധിക്കണം. ഇതിലെ നമ്മുടെ കോൺക്രീറ്റിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സർ ഇല്ലേ, അത് തന്നെയാണ്, ഏകദേശം അതേ ഷേപ്പ് തന്നെയാണ്. ഓക്കെ, സിമെന്റും പിന്നെ മെറ്റലും മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിമെന്റ് അതേപോലെ എന്താ പറയാ സാൻഡ് അതേപോലെ മെറ്റൽ മിക്സ് ചെയ്യുന്ന മിക്സർ. ഓക്കെ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും.
ഓക്കെ. അപ്പൊ ഇതാണ് ബെസിമർ കൺവേർട്ടർ. ബെസിമർ കൺവേർട്ടർ ഇതിൽ നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാമോ? നമ്മുടെ ഈ കോപ്പർ മാറ്റ്, ഇതാണ് നമ്മുടെ കോപ്പർ മാറ്റ്. കോപ്പർ മാറ്റ് വിച്ച് ഈസ് CuFe പ്ലസ് Cu2S ആൻഡ് FeS, രണ്ട് സൾഫൈഡ് ഫോമാണോ കേട്ടാ. നമുക്ക് എന്ത് ചെയ്യുന്നത് അറിയാവോ? FeSനെ മാറ്റണം. FeSനെ മാറ്റണം. FeSനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ Cu2S മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ Cu2Sൽ നിന്ന് കോപ്പറിനെ ഉണ്ടാക്കണം. അത് പിന്നെ പറയാം. നമുക്ക് ആദ്യം FeSനെ മാറ്റാം. FeSനെ എങ്ങനെ മാറ്റുമെന്ന് അറിയാവോ? ഈ കോപ്പർ മാറ്റിന്, മോൾട്ടൺ കോപ്പർ മാറ്റിലേക്ക് ഇതിലേ കൂടി, ഈ ഓപ്പണിങ്ങളെ കൂടിയിട്ട് ഹോട്ട് എയർ പ്ലസ് സാൻഡ് പാസ് ചെയ്യുക. ഹോട്ട് എയർ പ്ലസ് സാൻഡ്. ഓക്കെ. അപ്പൊ ആക്ച്വലി അവിടെ ഒരു റോസ്റ്റിംഗ് പ്രോസസ് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എന്താണെന്ന് അറിയാം കുഞ്ഞോളെ, FeS കേൾക്കണം. FeS എന്ന് പറയുന്നത് അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത്, നമ്മൾ പാസ് ചെയ്യുന്ന ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത്, എയറിലുള്ള ഹോട്ട് എയറിലുള്ള ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത്, ദാറ്റ് മീൻസ് റോസ്റ്റിംഗ് സംഭവിച്ചിട്ട് ഇതാ ഇതേ റിയാക്ഷൻ, ഒന്നുമില്ല, ഇതേ റിയാക്ഷൻ. ഇവിടെ നമ്മൾ FeSനെ എങ്ങനെ മാറ്റിയത്? FeO ആയിട്ടല്ലേ. അതേപോലെ FeSനെ FeO ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു to FeO and SO2 which is gas, it will escape. ആ Fe എന്താണ്? പിന്നെ ബേസിക് ആയിട്ടുള്ള ഗ്യാങ് ആണ്. That gang will combine with SiO2 present in the, കേൾക്കണേ, SiO2 present in the sand and which will form a slag which is FeSiO3. അപ്പൊ FeSന് എന്ത് സംഭവിച്ചു മനസ്സിലായി? ഇനാലാതിലുള്ളത്, ഇനിയുള്ളത് കോപ്പർ സൾഫൈഡാ. ഓക്കെ. കോപ്പർ സൾഫൈഡിൽ നമുക്ക് കോപ്പർ അല്ലേ വേണ്ടത്. കോപ്പർ സൾഫൈഡിൽ നിന്ന് കോപ്പറിന് കിട്ടണമെങ്കിൽ അതിനാദ്യം എന്ത് ചെയ്യണം? ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റണം. ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റിയതിന് ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. അല്ലേ അത് അങ്ങനെ ഇവിടെ സംഭവിക്കുന്നു നോക്കാം. നേരെ നോക്കോ, എന്ത് ചെയ്യുന്ന അറിയാം? അതിന് നമ്മളിവിടെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചോ? ഇല്ലല്ലോ. ഇല്ല. വേറൊരു റെഡ്യൂസിങ് ഏജന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കോ? FeSന്റെ കാര്യം കഴിഞ്ഞു. ഇനി Cu2S. Cu2Sന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പാർഷ്യലായിട്ട്, Cu2S പാർഷ്യലായിട്ട് ഇതേപോലെ റോസ്റ്റിംഗിന് വിധേയമാകും. Cu2S FeS ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ Cu2S ഹോട്ട് എയറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട്, അതായത് റോസ്റ്റിംഗ് പ്രോസസ്സ് നടന്നിട്ട് Cu2O ആയിട്ട് മാറും. അതായത് അതിന്റെ ഓക്സൈഡ് ഫോം ആയിട്ട് മാറും. പ്ലസ് 2SO2 അത് മുകളിലോട്ട് പോയിക്കോളും. ഞാൻ പറഞ്ഞു ഒരു ഭാഗം മാത്രമേ ഇങ്ങനെ ആയിട്ട് മാറുന്നുള്ളൂ. ഈ ഉണ്ടായ 2Cu2O ഉണ്ടല്ലോ, അത് ബാക്കിയുള്ള ബാക്കിയുള്ള Cu2Sമായി കമ്പൈൻ ചെയ്തിട്ട് 2Cu2 പ്ലസ് Cu2 6Cu കോപ്പർ സെപ്പറേറ്റ് ചെയ്യുന്നു. പ്ലസ് 2SO2 SO2 എസ്കേപ്പ്. അതായത് നിങ്ങൾക്ക് മോൾട്ടൺ കോപ്പർ കിട്ടുന്നു. എന്താ അപ്പൊ സംഗതി? Cu2Sനെ Cu2 ആക്കിയിട്ട് മാറ്റിയാൽ ഹോട്ട് എയർ, ആ Cu2Oയിൽ നിന്ന് കോപ്പർ സെപ്പറേറ്റ് ചെയ്തത് ആരാണ്? അതേ ഓർ തന്നെയാണ്. അതായത് ഇവിടെ ഓട്ടോ റിഡക്ഷൻ ആണ് സംഭവിച്ചത്, സെൽഫ് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് മോൾട്ടൺ കോപ്പർ താഴെ കിട്ടും. എന്നാണ് Cu2S മോൾട്ടൺ കോപ്പർ ആയിട്ട് മാറി. അതിന്റെ മുകളിലാരുണ്ടാവും? അതിന്റെ മുകളിൽ ഡെൻസിറ്റി കുറഞ്ഞ സ്ലാഗ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്താക്കാണ്? ഇതിനെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഈ കൺവേർട്ടർ ഇങ്ങനെ വന്ന് താഴെ ചെയ്യും. ചേരുന്ന സ്ഥലത്ത് സ്ലാഗ് ആദ്യം സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതിന്റെ ബാക്കിൽ ആര് വരും? മോൾട്ടൺ കോപ്പർ വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആയി എന്താ സംഭവിച്ചത്? ഇനി ഈ മോൾട്ടൺ കോപ്പർ, ഇനാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, വളരെ ഇമ്പോർട്ടന്റ്. ഈ മോൾട്ടൺ കോപ്പർ സോളിഡിഫൈ ചെയ്യുമ്പോൾ, ഘനീഭവിക്കുമ്പോൾ, അത് സോളിഡ് ആയിട്ട് മാറുമ്പോൾ ഈ പറയപ്പെട്ട SO2 ഉണ്ടല്ലോ, അത് എസ്കേപ്പ് ചെയ്യുന്ന തിരക്കിൽ ഇതിന്റെ ഉള്ളിൽ അകപ്പെടും, ട്രാപ്പ് ചെയ്യപ്പെടും. ഇതാണ് മോൾട്ടൺ കോപ്പർ, അത് സോളിഡിഫൈ ചെയ്യാം. അപ്പൊ കോപ്പർ ഇത് സൾഫർ ഡയോക്സൈഡ് മുകളിലോട്ട് പോകാൻ പറ്റും, അത് അവിടെ ട്രാപ്പ് ചെയ്യപ്പെടും. അപ്പൊ അതിന്റെ മുകളിൽ
അതായത് കോപ്പറിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ബ്ലിസ്റ്റേഴ്സ്, ഒരു പൊള്ളിയ ശേഷം കുമിളകൾ വരുന്നില്ല, ബ്ലിസ്റ്റേഴ്സ്, അങ്ങനെ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഡെസിമൽ കൺവേർട്ടറിൽ നിന്നും കിട്ടുന്ന കോപ്പറിന് പറഞ്ഞ പേരാണ് ബ്ലിസ്റ്റർ കോപ്പർ. എന്നാണ് ബ്ലിസ്റ്റർ കോപ്പർ. ആൻഡ് ദിസ് ബ്ലിസ്റ്റർ കോപ്പർ ഈസ് ദി ക്രൂഡ് കോപ്പർ. ഇനി എന്ത് ചെയ്യണം? ഈ കോപ്പറിനെ നമ്മൾ റിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് കോപ്പറിനെ റിഫൈൻ ചെയ്യുന്നത്? ബൈ ഇലക്ട്രോളിസിസ്. Okay, so this is the extraction process of a copper complete. Okay. ഇനി നമുക്ക് സിങ്കിന്റെ എക്സ്ട്രാക്ഷൻ പറയാം. ഈ എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് വളരെ സിമ്പിൾ ആണ്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് 4 സ്റ്റെപ്പിൽ നമുക്കത് പറഞ്ഞു തീർക്കാം. എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക്. ഓക്കെ, എന്താണ് സിങ്കിന്റെ പ്രിൻസിപ്പൽ ഓർ എന്ന് പറയുന്നത്? 2 എണ്ണം ഉണ്ട്. നമ്മൾ അതിൽ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. സിങ്ക് കാർബണേറ്റ്, which is the കലാമിനിൽ നിന്നും സിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ സിങ്ക് ബ്ലെൻഡിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഓൾ സിങ്ക് ഇസ് സിങ്ക് ബ്ലെൻഡ്. സിങ്ക് കലാമിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സിങ്ക് സൾഫൈഡിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സിങ്ക് സൾഫൈഡ് നമ്മൾ മൈൻ ചെയ്തെടുത്തു, ക്രഷിങ് കഴിഞ്ഞു, പൾവറൈസേഷൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് പൗഡേർഡ് ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് ആണ്, സിങ്ക് ബ്ലെൻഡ് ആണ്. ആ സിങ്ക് ബ്ലെൻഡിനെ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യണം. നോക്കി, അത് സൾഫൈഡ് ഓർ അല്ലേ? സൾഫൈഡ് ഓറിനെ എങ്ങനെയാണോ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഫോർത്ത് ഫ്ലോട്ടേഷൻ. സോ കോൺസെൻട്രേഷൻ ബൈ ഫോർത്ത് ഫ്ലോട്ടേഷൻ കഴിഞ്ഞു. കോൺസെൻട്രേഷൻ പ്രോസസ് കഴിഞ്ഞു. കോൺസെൻട്രേഷൻ ബൈ fourth flotation. Okay, അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിലുള്ള എന്താണ്? പൗഡേർഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? സിങ്ക് സൾഫൈഡിനെ സിങ്ക് ഓക്സൈഡ് ആക്കിയിട്ട് ഓക്സൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സൾഫൈഡ് ഫോമിലുള്ള ഒരു ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്നത് റോസ്റ്റിംഗ് വഴിയാണ്. സോ നെക്സ്റ്റ് പ്രോസസ് ഇസ് ദിസ് റോസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ റോസ്റ്റിംഗിൽ എന്താ സംഭവിക്കുക? എക്സസ് ഓഫ് ഓക്സിജനുമായി ചേർത്ത് ചൂടാക്കുന്നു. അപ്പോൾ സിങ്ക് സൾഫൈഡ് സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള SO2 എസ്കേപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള എന്താണ്? സിങ്ക് ഓക്സൈഡ് ആണ്. ആ സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതിന് റിഡക്ഷൻ നടത്തണം. അപ്പോൾ ഇവിടെ സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്കിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണം. അത് കാർബൺ ആണ്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബണുമായി ചേർത്ത് ചൂടാക്കണം. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ആണെങ്കിൽ അതിന്റെ പേരെന്താ? സ്മെൽറ്റിംഗ്. സോ നെക്സ്റ്റ് പ്രോസസ് സ്മെൽറ്റിംഗ്. ഓക്കെ, അപ്പോ ഈ സിങ്ക് ഓക്സൈഡിനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബണുമായി ചേർത്ത് ചൂടാക്കുന്നു. അപ്പോൾ മോൾട്ടൺ ഫോമിലുള്ള ക്രൂഡ് സിങ്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു 1683 കെൽവിനിലാണ് ചൂടാക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് above the melting point of the zinc. This is the molten crude zinc. ഓക്കെ, then next ഇനി എന്ത് ചെയ്യണം? ഇനി സിങ്കിനെ റിഫൈൻ ചെയ്യണം. സിങ്ക് ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റലാണ്. ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസിനെ ഇത് എന്താ പറയാ? എങ്ങനെയാണ് റിഫൈൻ ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ വഴിയാണ്. നെക്സ്റ്റ് റിഫൈനിങ് ബൈ ഡിസ്റ്റിലേഷൻ. അപ്പൊ ഈ പ്രോസസ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ശുദ്ധമായ പ്യൂർഡ് ആയിട്ടുള്ള 99% പ്യൂരിറ്റി ഉള്ള സിങ്ക് കിട്ടും. സോ ദിസ് ഈസ് ദി എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക്. ഓക്കെ, ഇവിടേക്ക് പ്രധാനപ്പെട്ട 4 മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ മെറ്റലർജിയുടെ തെർമോഡൈനാമിക്സ് പറയാം. അത് അടുത്ത വീഡിയോ.